സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എൻ്റെ ജീവിതത്തിൽ നനച്ചിരിക്കാതെ ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഹോളി ലാൻഡ് ട്രിപ്പ്. ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സംഭവം പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോൾ ഒത്തിരിയേറെ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളങ്ങനെ ഹോളി ലാൻഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ കാര്യസ്ഥം ഇന്ന് വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലി അതിനുശേഷം റിയ ട്രാവൽസിൻ്റെ ഗൈഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതെല്ലാം വളരെ മനോഹരമായിട്ട് നമ്മളോട് പറയുകയാണ്. അപ്പോൾ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഗ്രൂപ്പിൽ നിന്ന് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല, വഴിതെറ്റി പോകാൻ പാടില്ല. നമ്മളൊരു ക്യാപ്പ് ധരിക്കും. ആ ക്യാപ്പ് എയർപോർട്ട് തൊട്ട് നമ്മളുടെ കൂടെ എപ്പോഴും ആ ട്രാവൽസിൻ്റെ ഒരു റെഡ് ക്യാപ്പ്, റിയ ട്രാവൽസിൻ്റെ ക്യാപ്പ് ധരിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. ബിജലച്ചനും സക്രിയാസച്ചനും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ പോകുമ്പോൾ എപ്പോഴും അച്ഛന്മാരോടൊപ്പം സഞ്ചരിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒത്തിരിയേറെ ഇൻസ്ട്രക്ഷൻസ് തന്നു. എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. ചിലർക്കൊക്കെ ഒരു ഭാവമുണ്ട്, ഞങ്ങൾ ഒത്തിരിയേറെ വിദേശത്തൊക്കെ പോയതാണ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള ഭാഗത്തിൽ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ബിജലച്ചനെ സംബന്ധിച്ച് 10-15 തവണ അച്ഛൻ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളതാണ്. ഒത്തിരിയേറെ ഗ്രൂപ്പുകളെ കൊണ്ടുപോയിട്ടുള്ള ആ പരിചയം അച്ഛനുണ്ട്. അച്ഛൻ എല്ലാം വളരെ കൂളായിട്ട് കേൾക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ നമ്മളെന്തിനാണ് അറിയാവുന്നത്. കാരണം അത്രമാത്രം പരിചയമുള്ളത് മാത്രമല്ല, റിയൽ ട്രാവൽസിൻ്റെ റീച്ചേറിനും ടീമൊക്കെ അതേപോലെ ഒത്തിരിയേറെ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടെ ഒന്ന് നടന്നാൽ മതി. റീച്ചേറിനും ഇടയ്ക്ക് എന്നോട് പറയും, അച്ഛൻ പേടിക്കേണ്ട, വിജിലച്ചനുണ്ട്, വിജിലച്ചനെല്ലാം അറിയാം. ഓക്കെ, അങ്ങനെ എല്ലാം ഇതായി സെറ്റായി ഞങ്ങൾ പോവുകയാണ്. ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഒത്തിരിയേറെ തമാശകളുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ ടോയ്ലറ്റിൽ പോകുന്ന പരിപാടി നമ്മളില്ല. കാരണം നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും സാഹസം കാണിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോകാൻ നിശ്ചയിച്ചത് അനൻസിയേഷൻ ചർച്ചിലേക്കാണ്, മംഗളവാർത്ത പള്ളി. അപ്പോൾ അതിനു മുമ്പ് മാതാവിൻ്റെ എലിസബത്തിൻ്റെ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. ഞങ്ങൾ ആ പള്ളിയിൽ പോകുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് ഞങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് അറേഞ്ച് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു കുർബാന അർപ്പിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ വരാപ്പുഴ രൂപതയിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് അവിടെ കുർബാന തുടങ്ങുവാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രൂപ്പ് കൂടി ഒന്ന് അതിൽ ജോയിൻ ചെയ്യുന്നൊരു തടസ്സമുണ്ട്. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാനും വിജിലച്ചനും അച്ഛൻ്റെ ഒപ്പം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ സ്ഥലമൊക്കെ ഒന്ന് നോക്കി കാണുകയും അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് വളരെ മനോഹരമായ എക്സ്പ്ലനേഷൻ അറിയിച്ചിട്ടും തരുന്നുണ്ട്. അതെല്ലാം കേട്ട് ഇങ്ങനെ സന്തോഷം നിൽക്കുക. അപ്പോൾ എന്നോട് വിജയലക്ഷ്മൻ പറഞ്ഞു, കുറച്ച് പേര് ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ട്, അച്ഛൻ ഒരു കാര്യം ചെയ്യും, അവരെയും കൂട്ടി വാ, ഞങ്ങൾ താഴത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് ബാക്കി ഗ്രൂപ്പിനെ എല്ലാം താഴത്തേക്ക് കൊണ്ടുപോയി. ഞാനവിടെ മുകളിലെ ടോയ്ലറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ 2-3 ചേച്ചിമാരാണ്. അപ്പോൾ ലേഡീസ് ടോയ്ലറ്റ് അല്ലേ, നമുക്ക് അകത്തേക്ക് പോകാനും പറ്റില്ല. ഞാൻ പുറത്തെങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവരിപ്പോൾ വരും എന്നിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മനും കൂട്ടരും പോകുന്നു കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ ബസ് ഇട്ട സ്ഥലത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് വഴി ഏകദേശം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് തിരിയേണ്ടത്, എവിടെയാണ് നമ്മുടെ ബസ് ഇട്ടിരിക്കുന്നത്, അതെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അവരെയും കൂട്ടി എനിക്ക് പോകാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു 10-15 മിനിറ്റ് നിന്നു. ഇവർ വരുന്ന ഒരു സാധ്യത കാണുന്നില്ല. അപ്പോൾ ഞാൻ പതിയെ അകത്തേക്ക് പോയി അവരുടെ പേരൊക്കെ വിളിച്ചു, അവരെ കണ്ടില്ല. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം ഞാൻ ഇവരെ നോക്കി ഇവിടെ കാത്തിരിക്കുന്ന കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവർ തൊപ്പി നോക്കി ആ ഗ്രൂപ്പിൽ ചേർന്നു, അവരങ്ങ് പോയി. അപ്പം ഞാൻ അവിടെ ആ പള്ളിയിൽ ഒറ്റയ്ക്കായി. അപ്പോൾ ഒത്തിരിയേറെ ഗ്രൂപ്പുകൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ തൊപ്പി മാത്രം കാണുന്നില്ല. കാരണം റെഡ് ക്യാപ്പാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മളെല്ലാം പിന്തുടരുവാൻ. അപ്പം ഞാൻ വളരെ പരിഭ്രാന്തനായിട്ട് സ്റ്റെപ്പുകളൊക്കെ ചാടി ഇറങ്ങി താഴത്തേക്ക് വന്നു. അവിടെ ചുറ്റും നോക്കി, നമ്മുടെ ഒരാളെ പോലും കാണാനില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെക്കൂടെ ഒരു ആംഗ്ലപ്പായി, എന്ത് ചെയ്യും? കാരണം വേറൊരു രാജ്യം, നമ്മുടെ ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ചുരുക്കമാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കൂടെ കുർബാന ചൊല്ലി അച്ഛനും അവരുടെ ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവർ താഴത്തേക്കായിരിക്കും പോയത് എന്ന പ്രതീക്ഷ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, റെഡ് ക്യാപ്പാണോ, അവരെല്ലാവരും മുകളിലേക്ക് പോയത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഉറപ്പായി, ഓക്കെ, നമ്മുടെ കൂടെയുള്ളവർ ആ ബസ് നിർത്തിയിടത്തേക്കായിരിക്കും പോയത്. അപ്പോൾ ഇനി വേറെ ഒന്നും പ്ലാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് അങ്ങോട്ടായിരിക്കും പോയത് എന്ന പ്രതീക്ഷയിൽ ഞാൻ ആ വന്ന വഴിയെ തിരികെ പോകുവാൻ തുടങ്ങി. ഞാൻ ഓടിപ്പോയി നോക്കി, ഒരാളെയും കാണുന്നില്ല. ഇത്ര വേഗം ഈ അമ്മച്ചിമാരെയും കൂട്ടി അവർ പോയോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നെ എന്നാലും അവരെന്നെ കാത്ത് നിൽക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ ചെന്നു. അതേസമയം അച്ഛനും കൂട്ടരും
വേറൊരു വഴിക്കാണ് പോയത് എന്ന് തിരിച്ചറിയുന്നത് അവസാനം ബസ് കിടന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ്സും ഇല്ല, ഒന്നുമില്ല അവിടെ. ഈ ഒരു കോമഡി പടത്തിൽ കാണുന്ന പോലെ അയ്യോ സാർ എൻ്റെ കൂടെ വന്ന 49 പേരെ കാണാതെ പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കായി. ഞാൻ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി നോക്കിയിട്ടൊന്നും അവരൊന്നും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കോമഡി സീനാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം ഒരു തീർത്ഥാടനത്തിൽ പോയിട്ട് അവസാനം മൈക്കിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്, എൻ്റെ കൂടെ വന്ന 49 പേരെ കാണാതെ പോയി. അതേ ഒരു അവസ്ഥയിൽ ഞാൻ ആ ഒരു രംഗമൊക്കെ മനസ്സിൽ ചിന്തിച്ച് തീരെ എന്നാലും എൻ്റെ കൂടെയുള്ള 49 പേരെ കാണാതെ പോയല്ലോ എന്ന അവസ്ഥയിൽ ഞാൻ അവിടെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു ബാറ് കണ്ടു. ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ കയറി ചെന്നു. അപ്പോൾ അവിടെ റിസപ്ഷനിലുള്ള ആൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണ്. അപ്പം ഞാൻ ആളോട് പോയി പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നതാണ്. അപ്പോഴും ഈ ഒരു സംഘർഷാവസ്ഥയിൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോമഡി രംഗമാണ്. കാരണം എങ്ങനെയാണ് ആളോട് പറയും എൻ്റെ കൂടെ വന്ന് 49 പേരെ കാണാതെ പോയെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് വന്നതാണ്. അപ്പോൾ അവർ വേറൊരു ഡയറക്ഷനിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഇവിടെയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. എനിക്ക് ഇവിടുത്തെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ, ഞാനൊരു ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ആദ്യം ആളിനെ സംശയത്തോടെ നോക്കി, കുറേ നേരം നോക്കിയതിന് ശേഷം അവർ വൈഫൈ പാസ്വേഡ് എനിക്ക് തന്നു. ഞാൻ പാസ്വേഡ് കിട്ടിയപ്പോൾ ഞാൻ ബസ്സിലേക്ക് മെസ്സേജ് വിടുകയാണ്, നിങ്ങളാരും പേടിക്കേണ്ട, എന്നെ കൊണ്ടിറക്കിയ ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്, നിങ്ങൾ എവിടെയാണെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ഗ്രൂപ്പിലേക്കാണ് ഇട്ടത്. കാരണം ഇൻഡിവിജ്വലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ എന്നെ അന്വേഷിച്ച് പുറത്താണെങ്കിൽ അവർക്ക് വൈഫൈ കിട്ടില്ല. കാരണം ബസ്സിൻ്റെ ഉള്ളിൽ വൈഫൈ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ആ മെസ്സേജ് കണ്ടിട്ട് വിജിലൻസിനും പിന്നെ നമ്മളെ കൊണ്ടുവന്ന ആളും എല്ലാവരും കൂടി ആ ഭാഗത്തേക്ക് ഓടി വന്നു. അവർക്ക് അതൊരു പാടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്നെ ആ നിമിഷം കാണാതെ പോയത് ഒരു പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ഒരു അനുഭവമായിട്ട് മാറി. കാരണം അവരെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി, ഇപ്പോൾ ഈ സക്രിയസച്ചൻ ആയതുകൊണ്ടല്ലേ ഇതുപോലെ ഒരു സ്ഥലത്ത് കയറി ഇങ്ങനെ ചോദിച്ച് ഈ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വിടുവാൻ തോന്നിച്ചത്. ഇപ്പം ഞങ്ങളിൽ ഒരുവനായിരുന്നെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കുമായിരുന്നോ, അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ പ്രതികരിക്കുമായിരുന്നോ എന്ന ഒരു ചർച്ച അവരുടെ ഇടയിൽ നടന്നു. കാരണം എല്ലാവരും പേടിച്ചു പോയി. കാരണം പുതിയൊരു രാജ്യം, നമുക്ക് യാതൊരു പരിചയവുമില്ല, നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന ഒരു ചിന്ത എല്ലാവരും ബാധിച്ച ഒരു നിമിഷമാണ്. അതിനുശേഷം എല്ലാവരും ഒരുമയോടെ എല്ലായിടത്തും പോകുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്കത് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചു. ഒരു തമാശ രൂപേണ ഞാൻ പറഞ്ഞുവെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റം. നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് വേർതിരിഞ്ഞ് പോവുക എന്ന് പറയുന്നത് നമ്മളെ ലോസ്റ്റ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കുക. ഈ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടി പിടിക്കുവാനാണ് അല്ലേ? ആ ഒരു ഉപമയുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു രംഗമായിട്ട് എനിക്കിത് തോന്നി. കാരണം ഞാൻ അവരെ ആ ഗ്രൂപ്പിൽ നിന്നില്ലാതെ പോയപ്പോൾ ആ ഗ്രൂപ്പ് മുഴുവൻ അനുഭവിച്ച ഒരു ടെൻഷൻ, ശരിക്കും പറഞ്ഞാൽ നമ്മളും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇതുപോലെ നഷ്ടപ്പെടുന്നു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ കുടുംബം കടന്നു പോകുന്ന വേദന എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ നമ്മളൊരു ടൂറിന് പോകുമ്പോൾ ആ ടൂറിൻ്റെ ഇടയിൽ വെച്ച് എന്നെ കാണാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ, എന്നെ കൊണ്ടുപോയവർ, അവർ അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? ഇതുപോലെ തന്നെയാണ് ദൈവത്തെ സംബന്ധിച്ച്. സ്വന്തം ജനതയായി നമ്മളിൽ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനിടയിൽ വെച്ച് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവവും അനുഭവിക്കുന്നത് ഇതേ വേദന തന്നെയാണ്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടിയാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഈ ഒരു പാപിയെ തേടി മറ്റ് 99 ഒഴിവാക്കി പോകും എന്ന് പറയുമ്പോൾ കർത്താവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ കരുതുന്നുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നതിനാണ് നമ്മുടെ കർത്താവ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് പ്രിയ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മളെ വിശ്വസിച്ച് പല സ്ഥലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ട് വളരെ മോശമായ ജീവിതാവസ്ഥയിലേക്ക് പോകുന്ന ഒത്തിരിയേറെ യുവാക്കൾ ഇന്ന് തലമുറയിലുണ്ട്. നമ്മൾ ഇന്ന് ദിവസേന വായിക്കുന്ന പത്രമാധ്യമങ്ങളിലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. 20, 21, 23 വയസ്സുള്ളവർ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും പേറേണ്ട ആളുകളാണ് ഇതുപോലെ വഴിതെറ്റിയ ജീവിതത്തിലേക്ക് പോകുന്നത്. അത് നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ബാധിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ച് നിങ്ങളോട് പറയുമ്പോഴും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്? ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പല ഗ്രാമങ്ങളിലും ആളുകൾ തന്നെ തീരുമാനമെടുത്തു, അവിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരെ നമ്മൾ പിടിക്കും, നമ്മൾ
അത് പോലീസിനെ ഏൽപ്പിക്കും. എന്തുകൊണ്ടാണ് അവർ ആ തീരുമാനമെടുക്കുന്നത്? കാരണം അവരും നോക്കിക്കാണുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് തെറ്റായ ഒരു വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, തെറ്റായ മാർഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരിയേറെ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു, തെറ്റായ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുന്നു. അതെല്ലാം ഈ നാടിനാപത്താണ്, നമ്മുടെ കുടുംബത്തിനാപത്താണ്. അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് വളരെ ആവശ്യമാണ്. കാരണം എന്നെ കാണാതെ പോയിട്ട് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് തിരികെ വരുമ്പോൾ അവരെല്ലാം സന്തോഷമായി. ഞാനുമായിട്ട് അധികം ബന്ധമുള്ള ആളുകളൊന്നുമല്ല, പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് തിരികെ എത്തിയപ്പോൾ അവരുടെ മുഖത്ത് കണ്ട ഒരു സന്തോഷമുണ്ട്. അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും തെറ്റായ വഴിയിൽ നിന്ന് നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തുണ്ടാകുക, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്തുണ്ടാകുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുഖത്തുണ്ടാകുക. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, തെറ്റായ വഴികളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നേരായ വഴിയിലേക്ക് തിരികെ വരുവാനും വീണ്ടും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായി തീരുവാനും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും ഇനിയും ഒത്തിരിയേറെ വിശേഷങ്ങൾ ഹോളി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. വരും വീഡിയോസ് അതെല്ലാം നമുക്ക് പതിയെ പങ്കുവയ്ക്കാം. ഒത്തിരിയേറെ ദൈവം അനുഗ്രഹം നൽകിയ നിമിഷങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക.